World Junior Idol Grand Finale 2011 ഏപ്രിൽ 15 ഋതുസംക്രമത്തിന്റെ ആഘോഷവേളയിൽ മലയാളികൾക്ക് പൊൻകണിയായി ജയ്ഹിന്ദ് ഒരുക്കിയ സംഗീതത്തിന്റെ പുതുവസന്തം. രാഗസൗരഭ്യം നിറയുന്ന പാട്ടിന്റെ പൂക്കാലം ഉള്ളിലൊതുക്കിയ പുതിയ പൂമുട്ടുകളുമായി ജയ്ഹിന്ദ് ആരംഭിച്ച സംഗീതയാത്ര. Ideal World Junior Idol 9 മാസങ്ങൾ, 7 ഘട്ടങ്ങൾ, 21 റൗണ്ടുകൾ, നിർണായകമായ 7 എലിമിനേഷനുകൾ. ഒടുവിൽ മികവിന്റെ നെറുകയിൽ പ്രതിഭാ കിരീടത്തിന് തൊട്ടരികിൽ 5 മത്സരാർത്ഥികൾ. The Final 5 of Ideal World Junior Idol. ഇന്ന് ഈ സന്ധ്യയിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട 5 മത്സരാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ, പ്രാർത്ഥനകളോടെ ഈ വേദിയിൽ അണിനിരക്കുന്നു. സംഗീതത്തിന്റെ അനന്തസാഗരത്തിലെ സ്വരരാഗരത്നങ്ങൾ കോർത്തുവച്ച ഏറ്റവും വിലപിടിപ്പുള്ള കിരീടത്തിനായി അന്തിമ പോരാട്ടം. ഐഡിയൽ വേൾഡ് ജൂനിയർ ഐഡൽ ഗ്രാൻഡ് ഫിനാലെ. गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि. ग्रन्थगीताय ग्रन्थगेयाय ग्रन्थान्तरात्मने गीतलीनाय गीताश्रयाय गीतवाद्यपटवे गेयचरिताय गायकवराय गन्धर्वप्रियकृते गायकाधीन विग्रहाय गङ्गाजलप्रणयवते गौरीस्तनन्दनाय गौरीहृदयनन्दनाय गौरभानुसुताय गौरीगणेश्वराय गौरीप्रणयाय गौरीप्रवणाय गौरभावाय धीमहि गोसहस्राय गोवर्धनाय गोपगोपाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि.
പ്രേക്ഷകർക്കും ITL വേൾഡ് ജൂനിയർ ഐഡൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് സ്വാഗതം. 9 മാസം നീണ്ടുനിന്ന മനോഹരമായ ഒരു സംഗീത യാത്രയുടെ അവസാന നിമിഷങ്ങളാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ITL വേൾഡ് ജൂനിയർ ഐഡൽ ഗ്രാൻഡ് ഫിനാലെ നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട the top 5 ITL വേൾഡ് ജൂനിയർ ഐഡൽ contestants. അതെ, പ്രേക്ഷകർ, നിങ്ങളുടെ പ്രിയപ്പെട്ട 5 മത്സരാർത്ഥികൾ അനാമിക, വർഷ എസ് കൃഷ്ണൻ, അനൂപ് വിഷ്ണു, സജ്ന സെക്രിയ ആൻഡ് ഫൈനലി മോഹൻ എസ് മാരാർ. ഈ 5 മത്സരാർത്ഥികളും ഇവിടെ പെർഫോം ചെയ്യാനായി തയ്യാറായി നിൽക്കുകയാണ്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എസ്പെഷ്യലി ITL വേൾഡ് ജൂനിയർ ഐഡലിന്റെ ഈ യാത്രയിൽ എല്ലാ പിന്തുണയും നൽകിയ മെയിൻ സ്പോൺസർ ITL വേൾഡ് ടൂർ മാനേജ്മെന്റ് കമ്പനി, വിജയികൾക്ക് ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്ത് കാമലാരി ആൻഡ് അതർ സ്പോൺസേഴ്സ്, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ ITL വേൾഡ് ജൂനിയർ ഐഡലിന്റെ ഗ്രാൻഡ് ഫിനാലിലേക്ക് സ്വാഗതം. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു ഈ ഷോയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 3 വ്യക്തികൾ. ITL വേൾഡ് ജൂനിയർ ഐഡൽ സംഗീത യാത്രയിൽ 9 മാസം മുൻനിരയിൽ നിന്ന് നയിച്ച് പ്രേക്ഷകരുടെയും മത്സരാർത്ഥികളുടെയും പ്രിയ വിധികർത്താക്കൾ. Yes, put your hands together for our precious judges Rimi Tommy, Biju Narayan and Anup Shankar. Judges, നമ്മൾ ITL വേൾഡ് ജൂനിയർ ഐഡലിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിന് പറയാനുള്ളത് നോക്കാം. റൈറ്റ്? ഓക്കെ, റിമി ചേച്ചി. ആദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ആദ്യം ഞാൻ ബിജു ചേട്ടനോട് തന്നെ, നമ്മുടെ തലതൊട്ടപ്പൻ അല്ലെങ്കിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് സിംഗർ എന്ന നിലയിൽ ബിജു ചേട്ടന് സംസാരിക്കാൻ ഞാൻ മൈക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. മൈക്ക് ബിജുചേട്ടൻ്റെ കയ്യിലുണ്ട്. താങ്ക് യു റിമി. ITL വേൾഡ് ജൂനിയർ ഐഡലിന്റെ നമ്മൾ ഏവരും കാത്തുകൊണ്ടിരിക്കുന്ന ആ നിമിഷം ഇതാ വന്നിരിക്കുകയാണ്. 3 മിടുക്കികളും 2 മിടുക്കന്മാരും അങ്ങനെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ആരായിരിക്കും വിജയ്? നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അത് വെയിറ്റ് ചെയ്യുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അതാരാ നമുക്കറിയാം. ഈ കണ്ടസ്റ്റൻസിൽ 21 പേരിലാണ് തുടങ്ങിയത്. 21 പേരെയും ഞങ്ങൾ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ് സന്തോഷപൂർവ്വം. കാരണം ഇവരെല്ലാവരും തന്നെ മിടുക്കന്മാരും മിടുക്കികളാണ്. അവർക്ക് എല്ലാവർക്കും നല്ലൊരു ഗൈഡിയാണ് കൊടുക്കാം. പിന്നെ ഓഫ് കോഴ്സ് റിയാലിറ്റി ഷോയിലെ ഭാഗ്യമാണ് എല്ലാം, പ്ലസ് കഴിവും. അങ്ങനെ ഇവർ 5 പേരിൽ വന്ന് നിൽക്കുകയാണ്. എല്ലാവർക്കും ഒരേപോലെ തന്നെ ഓൾ ദി ബെസ്റ്റ് അർപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബിജുചേട്ടാ. റിമി ചേച്ചി. കൂടുതലൊന്നും പറയാനില്ല. ഈ ഷോ ഏകദേശം 9 മാസത്തോളം കണ്ട് ഇരിക്കുന്ന ആൾക്കാരാണ് ഇന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്നവരും വീട്ടിലിരുന്ന് TV കാണുന്നവരും. ഒരു റിയാലിറ്റി ഷോ ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്നത് അതിൽ ജഡ്ജസിനെ കൊണ്ടോ അതിന് ചാനൽ കൊണ്ടോ ആവാം. ഒരു 25% ആവാം. പക്ഷെ അതിൽ നല്ല കുട്ടികൾ കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും ഒരു ഷോ സക്സസ് ആവില്ല. നമ്മൾ ഒരു അംഗമായ ഒരു ഷോ ആയതുകൊണ്ട് പറയുകയല്ല, ഇത്രയും നല്ല മിടുമിടുക്കരായി ഇത്രയും കഴിവുള്ള ഒരു കുട്ടികൾ ഇന്ന് ശരിക്കും കൊച്ചുപിള്ളേരുടെ ഒരു റിയാലിറ്റി ഷോയിൽ വേറെ ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. 21 കുട്ടികളിൽ നിന്നും തിരഞ്ഞെടുത്ത 5 മിടുമിടുക്കരെയാണ് നമ്മളിന്ന് ഫൈനലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ അന്തിമ വിധി നിർണയത്തിന് നമ്മുടെ പ്രശസ്തനായ സംഗീത സംവിധായകൻ ഒരു സർപ്രൈസ് എന്ന വണ്ണം നിങ്ങൾക്കായി കാത്തു വെച്ചിരിക്കുന്നുണ്ട്. മോഹൻ സിത്താര സാർ നമ്മോട് കൂടെ വന്നിട്ടുണ്ട്. മോഹൻ സിത്താര സാറിന് ഒരു വലിയ നമസ്കാരം, സ്വാഗതം നമ്മുടെ ഷോയിലേക്ക്. അപ്പോൾ എന്താ ബിജുചേട്ടാ, അനൂപേ, നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും മിടുക്കരായ മിടുക്കികൾക്ക് ഫസ്റ്റ് കിട്ടട്ടെ. ഫസ്റ്റ് എന്നുള്ളതല്ല, 5 പേരും അല്ലെങ്കിൽ 21 പേരും തുല്യ കഴിവുള്ളവർ തന്നെയാണ്. എന്നാലും കുറച്ച് കൂടുതൽ കഴിവുള്ളവർക്ക് കിട്ടട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് ഇന്നത്തെ സ്റ്റേജിൽ നന്നായിട്ട് പാടാൻ പറ്റണമേ. പേടിയൊന്നും ഉണ്ടാവരുത്. അവർക്ക് പേടി കൂടാണ്ട് പാടാൻ സാധിക്കേണ്ടത് ഈ ഫ്രണ്ടിലിരിക്കുന്ന എല്ലാവരോടുമായിട്ട് പറയാണ്. നന്നായിട്ട് കുട്ടികളുടെ മാതാപിതാക്കൾ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ നുള്ളിപ്പറിക്കും എന്നൊന്നും എക്സ്പ്രഷൻ കാണിക്കരുത്, ആക്ഷൻ കാണിക്കരുത്. തിരിച്ചിറങ്ങി വരട്ടെ എന്നൊന്നും മുഖം കൊണ്ട് കാണിക്കരുത്.
നന്നായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് നല്ല കയ്യടി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല ആസ്വദിക്കുന്നതായിട്ട് അവരെ കാണിക്കുക. അതായിരിക്കും പിള്ളേർക്ക് പാടാൻ ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ചേച്ചി. അനുവേട്ടാ, ആദ്യം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു വലിയ നമസ്കാരം. ഒരു അവതാരകനായി, ഒരു വിധികർത്താവായി, ഈ കൊച്ചുകുട്ടികളുടെ ട്രെയിനറായിട്ട് ITL വേൾഡ് ജൂനിയർ ഐഡൽ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് വലിയ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനൊരു അവസരമൊരുക്കി തന്ന ജയ്ഹിന്ദ് TVക്ക് ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ITL വേൾഡ് ജൂനിയർ ഐഡൽ എന്ന ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത, ഇത്രയും വെർസറ്റൈൽ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉള്ള ഒരൊറ്റ റിയാലിറ്റി ഷോ പോലും ഇന്ന് മലയാളത്തില്ല എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, വെരി ഓണസ്റ്റ്ലി. ആൻഡ് അതിനേക്കാളും ഉപരി പല റിയാലിറ്റി ഷോയിലും അംഗമാവാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, ടിൽ ദിസ് മൊമെന്റ്, ഈ സന്ദർഭം വരെ ചാനലിന്റെ ഭാഗത്തു നിന്നോ മാനേജ്മെന്റിൽ നിന്നോ, വെദർ ഇറ്റ് ബി ഹെഡ് ഓഫ് പ്രോഗ്രാംസ്, വെദർ ഇറ്റ് ബി പ്രോഗ്രാം പ്രൊഡ്യൂസർ, എനിബഡി ഇൻവോൾവ് ഇൻ ദ പ്രോഗ്രാം, ഒരു കുട്ടിയെ പുറത്താക്കണമെന്നോ ഒരു കുട്ടിയെ അകത്താക്കണമെന്നോ ഒരു ആവശ്യം ഞങ്ങളുടെ അടുത്ത് ഉന്നയിച്ചിട്ടില്ല. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ആൻഡ് ഔട്ട്റൈറ്റ്ലി ജഡ്ജസ് ഡിസിഷൻ ദാറ്റ് ഹൂ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ആൻഡ് ഹൂ വിൽ പെർഫോം. അത്രയും സുതാര്യമായ ഒരു അവസരം ഒരുക്കി തന്നതിന് അവർക്ക് വലിയ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ 5 പേരും അവരുടേതായ രീതിയിൽ വെരി ടാലന്റഡ് സിംഗേഴ്സ് ആണ്. ഇനി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് അവരെ കാത്തിരിക്കുന്നത്. അവർ ഇന്നത്തെ ദിവസത്തിൽ ഈ നിമിഷത്തിൽ എങ്ങനെ പാടും എന്നുള്ളത്, അതിന് സർവേശ്വരൻ അവർക്ക് 5 പേർക്കും അവരുടേതായ രീതിയിൽ നന്നായി പാടാൻ സാധിക്കട്ടെ, അതിന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. താങ്ക്സ് അലോട്ട്. താങ്ക് യു ചേട്ടാ. എന്തായാലും നമ്മുടെ ഈ മനോഹരമായ ഗ്രാൻഡ് ഫിനാലേക്ക് തുടക്കമിടാനായി 2 വരി ജഡ്ജസിന്റെ വക. That's the best way to kickstart the grand finale of ITL World Junior Idol. Let's. ഈയിടെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺ സേട്ടനെ അനുസ്മരിക്കുകയാണ്. ജോൺ സേട്ടൻ്റെ ഒരു 3 ഗാനങ്ങൾ പല്ലവി മാത്രം മെഡ്ലി പോലെ പാടുകയാണ്. ശ്യാമാംബരം നീലെ മണിമുകിലിനുള്ളിൽ തുടിയുണരും നേരം തിങ്കൾ കലമാനോടുമ്പോ ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല്, ദൂരെ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്തക്കല്ല്. ശ്യാമാംബരം തങ്കത്തോണി തെന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ, കന്നീലക്കൊമ്പിളിൽ മുള്ളില്ല പൂവുണ്ടേ, ഇടനെഞ്ചിൽ തുടിയുണ്ടേ, തുടികൊട്ടും പാട്ടുണ്ടേ, കരകാട്ടം കാണാനേ ഉന്നത്താനുണ്ടേ. തങ്കത്തോണി തെന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ. ഗുരുവായൂർ കണ്ണൻ മറുവാക്കിലോതി കുറൂരമ്മ പണ്ടെന്നെ കലത്തിലടച്ചപ്പോൾ വാത്സല്യക്കരി പുരണ്ടെന്ന്. എന്നാളും എന്നാളും എന്റെ നിറത്തിന് 1000 മഴകുണ്ടെന്ന്, 1000 മഴകുണ്ടെന്ന്. എന്തേ കണ്ണനിത്ര കറുപ്പു നിറം, കാളിന്തിയിൽ കുളിച്ചതിനാലോ, കാളിയനെ കൊന്നതിനാലോ, ശ്യാമരാധേ ചൊല്ലു നിൻ ചുടുചുംബനമേറ്റതിനാലോ, എന്തേ കണ്ണന് കറുപ്പു നിറം. Thank you so much, judges. That was fantastic. Superb. Thank you.
ITL വേൾഡ് ജൂനിയർ ഐഡൽ ഗ്രാൻഡ് ഫിനാലെ ജഡ്ജിംഗ് പാനലിലേക്ക് ഒരാളെ കൂടി ക്ഷണിക്കാനുണ്ട്. മലയാളികൾക്ക് എക്കാലവും ഓർമ്മിക്കാവുന്ന ഈണങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകൻ ശ്രീ മോഹൻ സിത്താര. നമസ്കാരം സർ. ITL വേൾഡ് ജൂനിയർ ഐഡലിന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് സ്വാഗതം. കുഞ്ഞു കുട്ടികളുടെ ഈ സംഗീത യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത്? ആദ്യമായി ജയ്ഹിന്ദ് ടി വിയോട് ഞാൻ നന്ദി പറയുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഈ ജൂനിയർ ഐഡൽ ഗ്രാൻഡ് ഫിനാലേക്ക് ക്ഷണിച്ച എല്ലാ ഇതിൻ്റെ ഭാരവാഹികളോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല, കാരണം ഞാൻ ഈ പ്രോഗ്രാം കാണാറുണ്ട്. ഈ 5 മക്കളും അതിഗംഭീരമായി പാടുന്നവരാണ്. ചില സാഹചര്യത്തിൽ ഒരു പക്ഷേ ചിലർക്ക് പാടുമ്പോൾ ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെ വളരെ നന്നായി പാടണം. കുട്ടികൾ യാതൊരു ടെൻഷനും പാടില്ല, ഫ്രീ ആയിട്ട് പാടണം എന്നൊരു അപേക്ഷയുണ്ട്. കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല. Thank you, sir. Sir, and judges, you can have your seat. ഇനിയാണ് നമ്മൾ കാത്തിരുന്ന യഥാർത്ഥ താരങ്ങൾ എത്താൻ പോകുന്നത്. Please, ladies and gentlemen, welcome the top 5 contestants of ITL World Junior Idol. Yes, Anamika, Varsha S. Krishnan, Anu Vishnu, Sajna Sekriya, and finally Mohan S. Marar. ഇവരാണ് ഇന്നത്തെ താരങ്ങൾ. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട 5 മത്സരാർത്ഥികൾ ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇവരിൽ ആരാദ്യം പെർഫോം ചെയ്യും ഇതറിയുവാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ ചലച്ചിത്ര ടെലിവിഷൻ താരം ശ്രീമതി സോന നായർ. ഹായ് സോനേച്ചി. അങ്ങനെ നമ്മുടെ ഈ കുട്ടികളുടെ ഗ്രാൻഡ് ഫിനാലെയാണ് ഇന്ന്. ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്ത് ആണ് ഇവരോട് പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? ജയ്ഹിന്ദിൻ്റെ ജൂനിയർ ഐഡൽ ഗ്രാൻഡ് ഫിനാലിലേക്ക് ഇവിടേക്ക് ക്ഷണിച്ചത് തന്നെ വളരെ സന്തോഷം. കൂടിയിരിക്കുന്നവരുടെ എല്ലാ അനുഗ്രഹങ്ങളും, അതിൽ മേലെ ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ പിഞ്ചു കുരുന്നുകൾക്ക് അവരുടെ മഹാപ്രകടനം ഇവിടെ കാഴ്ചവയ്ക്കാൻ, ഒന്നിനൊന്നിനും മെച്ചമാക്കാൻ 5 പേരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. 5 പേർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അടുത്തതായി നമുക്ക് ക്ഷണിക്കാം ചലച്ചിത്ര സീരിയൽ താരം ശ്രീലക്ഷ്മി. Please give a huge round of applause for ശ്രീലക്ഷ്മി. ചേച്ചി നമസ്കാരം. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? നമസ്കാരം. ആദ്യമായിട്ട് ജയ്ഹിന്ദ് ടി വിക്ക് എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇത്രയും നല്ലൊരു ഈവനിങ് ഇതിൽ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ പരിപാടിയാകുമ്പോൾ നമുക്ക് പ്രത്യേകം ഒരു പോസിറ്റീവ് എനർജി ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടാറുണ്ട്. ഞാൻ ജൂനിയർ ഐഡൽ കാണാറുണ്ട്, എല്ലാ എപ്പിസോഡ്സും അല്ലെങ്കിലും കുറേയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇപ്പോഴാണ് ഇത്രയും വേദികൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കിട്ടുന്നത്. അപ്പോൾ പണ്ടൊന്നും ഇത്രയും ചാനൽസും ഇങ്ങനത്തെ റിയാലിറ്റി ഷോ ഒന്നും ഇല്ലാത്തത് കാരണം ഇപ്പം ശരിക്കും കുട്ടികൾക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് കാരണം ഇത്രയും കഴിവുള്ള കുട്ടികളുണ്ടെന്ന് നമ്മളിപ്പോഴാണ് ശരിക്കും അറിയുന്നത്. ഇന്നിപ്പോൾ ആരെങ്കിലും ഔട്ടായാലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ എത്രയോ പേരുടെ ഒരു ഗ്രൂപ്പിൽ നിന്നും സെലക്ട് ആയിട്ടാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഒരാൾ വിൻ ചെയ്തേ പറ്റുള്ളൂ കോമ്പറ്റീഷൻ. അപ്പം ബാക്കിയുള്ളവർക്ക് വിഷമം തോന്നേണ്ട യാതൊരു കാര്യവുമില്ല. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. അടുത്തതായി the very young and charming actress Shruti Lakshmi. Put your hands together for Shruti Lakshmi. എന്താണ് ശ്രുതിക്ക് പറയാനുള്ളത് ഈ വണ്ടർഫുൾ ഈവനിങ്ങിൽ? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി ജയ്ഹിന്ദിന് നന്ദി പറയുന്നു.
എനിക്ക് വലിയൊരു ഭാഗ്യമുണ്ടായി. ഈ പ്രോഗ്രാമിൻ്റെ കുറച്ച് എപ്പിസോഡിൽ എനിക്ക് ഗസ്റ്റായിട്ട് വരാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു ഭാഗ്യം. പിന്നെന്താ പറയുക, ആരും ടെൻഷൻ അടിക്കണ്ട, നന്നായിട്ട് പാടൂ. എനിക്ക് തോന്നുന്നു ഇവർക്ക് ടെൻഷനൊന്നുമില്ല, വലുതാവും നമുക്കൊക്കെ ടെൻഷനും തോന്നുന്നു. അപ്പോൾ കുട്ടികളെല്ലാവരും നന്നായിട്ട് പാടുക. എന്തായാലും ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ എന്തായാലും ഈ ഒരു സ്റ്റേജിൽ വരെ എത്താൻ പറ്റിയില്ലേ, അപ്പം നല്ല മിടുക്കി കുട്ടികളും മിടുക്കി കുട്ടന്മാരൊക്കെ ആയിട്ട് പാടുക കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോസസ്സാണ്. ഈ 5 പേരിൽ ആരാണ് ആദ്യം പാടാൻ പോകുന്നത് അത് സിലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ 3 പേരാണ്. ആ ഭാഗ്യം നിങ്ങളുടെ കൈകളിലാണ്. അപ്പൊ നമുക്ക് ലോട്ട് പ്രോസസ്സിലേക്ക് കടക്കാം. ആദ്യമായി സോന ചേച്ചി, ആരാണ് ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങളുടെ കൈയടി പോരാ. യെസ്, ആരാണ് ഫസ്റ്റ് ഇവിടെ പാടാൻ പോകുന്നത് നമുക്ക് അറിയാം. ചേച്ചി പ്ലീസ് അനൗൺസ് ഇറ്റ്. വർഷ എസ് കൃഷ്ണൻ. യെസ്, ദാറ്റ് ഈസ് നൺ അതർ ദാൻ വർഷ എസ് കൃഷ്ണൻ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ആരാ പാടാൻ പോകുന്നത് നമ്മൾ അറിഞ്ഞു. അടുത്തതായി ആരാണെന്ന് നോക്കാം. അതിനായി ഐ റിക്വസ്റ്റ് ശ്രീലക്ഷ്മി ചേച്ചി. മോഹൻ എസ് മാരാർ. Yes, the second one is Mohan S. Marar. And third one? അനാമിക. അനാമിക. ഇനി ഫോർത്ത് ആരാ പാടാൻ പോകുന്നതെന്ന് നമുക്കറിയാം. ചേച്ചി പ്ലീസ്. അനൂപ് വിഷ്ണു. Anup Vishnu, and obviously the final one is Sajna Sekriya. Thank you so much. ITL World Junior Idol Grand Finale മത്സരങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. 3 റൗണ്ടുകളിലായിട്ടാണ് ഇന്ന് നമ്മളുടെ മത്സരാർത്ഥികൾ മത്സരിക്കാൻ പോകുന്നത്. ആദ്യ റൗണ്ട് മലയാളം മെലഡീസ്. The second round is Hindi classic round. ഏറ്റവും ഒടുവിലായി തമിഴ് സെമി ക്ലാസിക്കൽ റൗണ്ട്. ഈ 3 വ്യത്യസ്ത ഇനങ്ങളിലായിരിക്കും നമ്മുടെ 5 കണ്ടസ്റ്റന്റ്സ് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. ITL World Junior Idol വിജയിക്ക് ലഭിക്കുന്നു 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാമിലാരി. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റണ്ണർ അപ്പിന് ലഭിക്കുന്ന 5 ലക്ഷം രൂപയുടെയും 3 ലക്ഷം രൂപയുടെയും ക്യാഷ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാമിലാരിയാണ്. സോ ലെറ്റ്സ് ബിഗിൻ ദി കോമ്പറ്റീഷൻ. യെസ്, ആദ്യത്തെ റൗണ്ടിൽ പെർഫോം ചെയ്യുന്നു വർഷ എസ് കൃഷ്ണൻ. വർഷ, all the best. All the best, Varsha. Performed really well. This is your night. പൊന്മുളം തണ്ടുമൂളും പാട്ടിൽ ഞാൻ കേട്ടു നിന്റെ. വർഷ എസ് കൃഷ്ണൻ, ഗാനദേവത, സംഗീതത്തിന്റെ തേനും വയമ്പും നാവിൽ ചേർത്തനുഗ്രഹിച്ച കുരുന്നുഗായിക. പാട്ടിന്റെ പൂമരക്കൊമ്പിലിരുന്ന് ആരെയും കൊതിപ്പിച്ചു പാടുന്ന കൊച്ചു വാനം പാടി. തേൻതുള്ളി പോലെ മാധുര്യമാർന്ന പാട്ടുകളുമായാണ് വർഷ ITL വേൾഡ് ജൂനിയർ ഐഡൽ സംഗീതയാത്രയെ ധന്യമാക്കിയത്. മധുരം ഗായിത് മീര എന്ന ഗാനം വർഷ ആലപിച്ചു കഴിഞ്ഞപ്പോൾ സന്ധ്യാകീർത്തനം പാടി രാഗപൂർണിമയോടെ ഒരു കുഞ്ഞു നക്ഷത്രം തെളിഞ്ഞു നിൽക്കുന്ന അനുഭൂതിയായിരുന്നു വിധികർത്താക്കൾക്ക്. ആലാപനത്തിലും ഭാവശബ്ദ നിയന്ത്രണത്തിലും അസാമാന്യ മികവ് പ്രകടമാക്കിയ വർഷ ITL വേൾഡ് ജൂനിയർ ഐഡൽ വേദി അക്ഷരാർത്ഥത്തിൽ കീഴടക്കി.